ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ബലഹീനരുടെ ആയുധമാണോ ബലവാന്മാരുടെ ആയുധമാണോ? ബലഹീനരുടെ ആയുധമാണ്, ബലവാന്മാരുടെ ആയുധം അല്ല, അല്ലേ? അങ്ങനെയല്ലേ എന്നോടിപ്പോൾ പറഞ്ഞേ? അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവർ ബലവാന്മാരല്ലേ? അല്ലേ? അവിടെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബലഹീനരാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തമ്പുരാനിൽ ആശ്രയിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് പ്രാർത്ഥനയിലേക്കൊക്കെ കുറേ മക്കൾ കടന്നു വരുന്നത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ ഘട്ടത്തിൽ കടന്നു പോകുമ്പോഴാണ് അതുവരെയുള്ള നോർമലായിട്ടുള്ള പ്രാർത്ഥനയിൽ നിന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് പ്രാർത്ഥനയിലേക്ക് ഇറങ്ങുന്നത്. അതായത് എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒന്നും നേടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് തനിയെ കര കയറാൻ പറ്റില്ല എന്ന് ബോധ്യമാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തമ്പുരാനിൽ ആശ്രയിക്കുന്നത്. ആ തമ്പുരാനിലുള്ള ആശ്രയമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും ബലഹീനരുടെ ഒരു ആയുധമാണ്, ബലഹീനരുടെ ഒരായുധമാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ബലവാന്മാരായി മാറും. ഞാനിതിന്ന് പറയാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത തന്നത് കാരണമില്ലേ, പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി പോയി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് സാധാരണ ആൾക്കാർക്കൊക്കെ വെളിപ്പെട്ട് കിട്ടിയ പിന്നെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അപാകതകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അപ്പോൾ അവർ പറയണൊരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലേ? പ്രാർത്ഥിക്കാൻ പോണ ആളാണ്, അല്ലെങ്കിൽ പള്ളിയിൽ എന്നും പോണവരാണ്, ജപമാല ചൊല്ലുന്നവരാണ്, പൊതുവേ പ്രാർത്ഥന ഉള്ള ഒരാളാണ്, അപ്പോൾ അത് വരാൻ പാടില്ലായിരുന്നു, അല്ലേ? അങ്ങനെ പറയണ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും സാധാരണ മനുഷ്യർ പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? അപ്പോൾ പ്രാർത്ഥന ബലഹീനതയുടെ ആയുധമാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അത് ബലവാൻ്റെ ആയുധമായി മാറണം എന്നാണ് ലോകം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, നമ്മളുമായി ഇടപഴകുന്നവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അവർ നമ്മളെ അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താ അങ്ങനെയെന്ന് മറ്റുള്ളവരുടെ മനസ്സിലൊരു ചിന്ത വരുന്നത്. ഇത് പ്രാർത്ഥിക്കുന്ന, തമ്പുരാനിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നവർ, പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകുന്നവർ, അങ്ങനെയുള്ളവരെ കുറിച്ച് ലോകം അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ അറിയേണ്ട കാര്യമല്ലേ? ദൈവത്തിന് നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാമോദീസായിലൂടെ മുദ്രിതരായവരെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ദൈവത്തെ അറിഞ്ഞവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അവരിൽ ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ അതിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യേശ്വരയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. മനുഷ്യരിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് വിഷമാവണുണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ വിധിക്കണ ഒരു സമയം വരില്ലേ? അങ്ങനെ ഒരു സമയം വരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ മറിച്ചൊരു ചിന്ത വന്നത്, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ എന്നിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയണം, ഞാൻ കണ്ടെത്തണം, അതെൻ്റെ കടമയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം ഓർമ്മയിൽ വന്നത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12-13 ആ വാക്യങ്ങളാണ്. അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു ഭാഗം. അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്നും വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു.
എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഈ ഭാഗം അപ്പോൾ ആ വചനഭാഗം എടുത്ത് വായിച്ചു. അതിലിങ്ങനെ പറയണേ, അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ കാണുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റ മക്കളെ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകാമെന്ന് വിചാരിച്ച് നമ്മുടെയൊക്കെ അടുത്തേക്ക് വരുന്ന സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ അനുദിനവും അനുനിമിഷവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു. എന്നിട്ട് പോലും അവിടേക്ക് വന്നു പരിശുദ്ധാത്മാവ്. എന്തിനാ? ഫലമുണ്ടോ എന്ന് നോക്കാൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്ന സമയത്തും അത്തിപ്പഴമുണ്ടോ എന്ന് നോക്കാൻ വരുന്ന ഒരു ദൈവം ഇന്നും ഉണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസത്തിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് നോക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്ന് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ഒരവസരം പരിശുദ്ധാത്മാവ് ഈ നിമിഷം തരികയാണ്. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയതില്ലേ, അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, പക്ഷേ അതിൽ പഴമുണ്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ അത്തിപ്പഴം, ഈ അത്തിവൃക്ഷം അവിടെ നിന്നത് അല്ലേ? അതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ കൂടുതൽ മോശമായിട്ട് വന്നിട്ടുണ്ടാവുക. കാരണം അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലെങ്കിൽ അതല്ലാത്ത പോലെയല്ലേ നിൽക്കണ്ടേ, അല്ലേ? എന്നിലൊരു കാര്യം ഇല്ലെങ്കിൽ അതില്ലാത്ത പോലെ ഞാൻ നിൽക്കേണ്ടത്. അത് ഉണ്ട് എന്ന് കാണിച്ച് ഞാൻ നിൽക്കുന്ന ആ മനോഭാവമല്ലേ, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് മനുഷ്യരുടെയൊക്കെ ഒരു കപടത നിറഞ്ഞ ജീവിതം, കപടത നിറഞ്ഞ പെരുമാറ്റങ്ങൾ, കപടത നിറഞ്ഞ മനോഭാവങ്ങൾ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ മുഖഭാവം അത് അല്ലേ? കപടത നിറഞ്ഞ ജീവിത രീതി, കപടത നിറഞ്ഞ പെരുമാറ്റങ്ങൾ, കപടത നിറഞ്ഞ ഇടപഴകലുകൾ, ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് അല്ലേ? പത്രങ്ങളിലൂടെ, ഫോണിലൂടെ, ന്യൂസിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ കുറേ മുഖങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത, ഏറ്റവും വെറുക്കുന്ന ഒരു ഭാവമാണ് ഈ കപടത. അതാ ഈ ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത്. കാലം അല്ലാതിരുന്നിട്ടും അതുപോലെയാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കപടതയാണ് നമ്മളെടുത്ത് അണിയുന്ന നമ്മുടെ മുഖത്തെ ഭാവം. അതായത് അതൊരു മുഖമൂടിയാണ്, റിയല് അതല്ല. ഈ കപടത നിറഞ്ഞ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ, പെരുമാറ്റത്തെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മളിലുള്ള കപടതകൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുദിനവും എടുത്തണിയുന്ന മുഖമൂടികൾ. ഇനി ഇങ്ങനെ കപടതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് വചനത്തിലൂടെ തന്നെ ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യം എന്നുള്ളൊരു ഹെഡിങ്ങിൽ 11-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ചു, ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിനു മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മതി. ആ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യം എന്നാണ് ആ ഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യത്തിൽ 2-3 കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന കാര്യമാണ്, ഫരിസേയരായ നിങ്ങൾ
കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും. ഈ വചനം തന്നെയാ വേറൊരു രൂപത്തിൽ ഇപ്പം നമ്മൾ കേട്ടത്. അത്തി മരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഫലമുണ്ടെന്നുള്ള രീതിയിൽ ഇല നിറഞ്ഞു നിന്നു, ഫലം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാവാൻ, അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്ന് കാണിക്കാൻ. ഒരു പരിധിവരെ എൻ്റെ ഞായറാഴ്ചയുള്ള പള്ളിപ്പോക്ക്, അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ ഞാൻ അഭ്യസിക്കുന്നത്, ചെയ്യുന്നത്, ജപമാല പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഒരു പരിധിവരെ ഇങ്ങനെ ആകുന്ന സാഹചര്യങ്ങളെ തമ്പുരാൻ എടുത്തു കാണിച്ചു തന്നതാണ് ഈ വചനത്തിലൂടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. പുറമേ അല്ല നമ്മളത് കാണിക്കേണ്ടത്, നമ്മുടെ അകം എന്ന് പറഞ്ഞാൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി അല്ലേ? ഹൃദയത്തിൽ നിന്ന്, അതും വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എന്താണോ അതാണ് അതരത്തിലൂടെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത്. വചനത്തിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പുറംഭാഗം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന രീതിയിൽ ഭക്തകൃത്യങ്ങൾ പലതും ചെയ്തു പോകുന്നു. പക്ഷേ നമ്മുടെ ഉള്ള് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരാൻ പറ്റില്ല. നമ്മൾ അത്തിവൃക്ഷത്തിൻ്റെ ആ ഭാഗത്ത് പിന്നെ വായിക്കണത്, ആ വൃക്ഷത്തെ തമ്പുരാൻ ശപിക്കുക അല്ലേ? ഫലം തരുന്ന കാലം അല്ലാതിരുന്നിട്ട് പോലും ഫലം ഉണ്ട് എന്ന രീതിയിൽ ജീവിച്ചതുകൊണ്ട്, നിന്നതുകൊണ്ട് അതിനെ തമ്പുരാൻ ശപിക്കുക ചെയ്യുന്നത്. അതിനൊരിക്കലും ഫലം ഉണ്ടാകരുത് എന്നാണ് തമ്പുരാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഇങ്ങനെ കപടതയോട് കൂടി നിറഞ്ഞതാവുമ്പോൾ നമ്മൾക്ക് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം വരില്ല. അനുഗ്രഹത്തിന് പകരം എന്താണ്ടായിരിക്കുക? അനർത്ഥങ്ങളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്ന് സംഭവിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയം കപടത ഇല്ലാത്തതാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തമ്പുരാനിൽ ആശ്രയിക്കുക. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ആയുധമായി മാറും, അത് ബലവാൻ്റെ തന്നെ ആയുധമായി മാറും. അതിനുശേഷം 42-ാമത്തെ വാക്യം, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. ഇത് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും, പുറമേ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം ആ കിട്ടുന്ന വ്യക്തിക്ക് അതിൽ തന്നെ നന്മയാണോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അതിൽ നിന്ന് ആ വ്യക്തിക്ക് നന്മ വരുന്നുണ്ടോ? എൻ്റെ കുടുംബത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അത് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയാവട്ടെ, ഞാൻ ചെയ്യുന്ന ഏത് നന്മ പ്രവൃത്തിയാവട്ടെ, അത് എൻ്റെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർക്ക് അത് നന്മയാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. അതങ്ങനെയല്ല എങ്കിൽ, നന്മയായിട്ട് മാറുന്നില്ല എങ്കിൽ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കപടതയായിട്ടേ കാണൂ. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ നമ്മളെപ്പോഴും വിലയിരുത്തണം. ഇതുകൊണ്ട് എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ വിലയുള്ളവളായി അല്ലെങ്കിൽ വിലയുള്ളവനായി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഞാൻ വിലയിരുത്തണം. ഇങ്ങനെ നമ്മളെക്കൊണ്ട് വിലയിരുത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെക്കുറിച്ചൊക്കെ ഓരോ കമൻറ്റുകൾ കേൾക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കമൻറ്റുകൾ പറയില്ലേ, മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമ 8:28 തിരുവചനം, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് എല്ലാ നന്മയ്ക്ക്. എനിക്ക് സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ കേട്ടതെങ്കിൽ, അല്ലെങ്കിൽ അത് നടന്നതെങ്കിൽ, അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്മയാക്കി മാറ്റും. നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. അങ്ങനെ ഞാൻ കേട്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടോ? അതെന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാക്കി ഞാൻ മാറ്റണം. അങ്ങനെ
തമ്പുരാൻ്റെ ആ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇത് ഒരു കപടതയുടെ ഭാവമായിട്ട് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ 52-ാമത്തെ വാക്യം, ലൂക്ക 11:52. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അത് മതി. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ, അതായത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതല്ലേ യഥാർത്ഥ വിജ്ഞാനം. ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ബോധ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മൾ കരസ്ഥമാക്കിയിട്ട് നമ്മളൊട്ട് അത് ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു മേഖല എൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ കപടതയാണ്. ഞാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു, പക്ഷെ ഞാൻ ഉപയോഗിക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗപ്പെടുത്തും ചെയ്യില്ല. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ കപടതയുടെ രൂപത്തിലാണ് നമ്മൾ ജീവിക്കണേ, അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യണേ. ഇങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്നു പോകുന്നുണ്ടോ എന്ന് വിലയിരുത്തണമെന്നാണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ ശപിക്കണ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് കാലമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഫലം ചൂടി നിൽക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായൊരു വിശുദ്ധീകരണം ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കണം. വ്യക്തിപരമായ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത്, എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത്. അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന എന്നെ ബലവാനാക്കി മാറ്റുന്നത്. അതുവരെ എൻ്റെ പ്രാർത്ഥന എന്നെ ബലവാനാക്കി മാറ്റില്ല. ഇങ്ങനെ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ഒന്നുമല്ല എന്ന ഭാവത്തിൽ ദൈവത്തിലേക്ക് പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന എന്ന ബലഹീനരുടെ ആയുധത്തെ ബലവാൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റി ലോകത്തിൽ ദൈവത്തിൻ്റെ നന്മ കൊണ്ടുവരും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമായി നമ്മൾ മാറും. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ കപടതകളുടെ മുഖങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ച് ദൈവികമായ ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിവ് നമ്മൾക്ക് കിട്ടുമ്പോൾ എപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മൾ വിലയിരുത്തി ഇങ്ങനെ ഒരു കപടതയുടെ ഭാവം നമ്മളിൽ നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. 2 കൊറിന്തോസ് 12:9 നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് ഉള്ള ഒരു വചനം. അതായത് ബലഹീനതയുടെ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളതും ആ പ്രാർത്ഥന തന്നെ നമ്മളെ ബലവാന്മാരാക്കി മാറ്റും എന്നുള്ളതും ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മപ്പെടുത്തൽ എന്തിനു വേണ്ടിയ? ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് തമ്പുരാനിൽ ആശ്രയിക്കാൻ. അങ്ങനെ ആശ്രയിച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളതായി മാറുക. ഈ വിലയുള്ളതായി മാറുന്ന പ്രാർത്ഥനയുടെ പിന്നിൽ ഇങ്ങനത്തെ കപടതയുടെ മുഖങ്ങൾ നമ്മൾ അണിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കൂടി പരിശുദ്ധാത്മാവ് അത്തിവൃക്ഷത്തെ നോക്കിയ പോലെ നമ്മളെ നോക്കും. കപടതയുടെ മുഖങ്ങൾ നമ്മുടെ മുൻപിലുണ്ടോയെന്ന്. അപ്പോൾ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്തയാണ് ഇപ്പോഴും എന്നിൽ വിശുദ്ധീകരണം നടക്കുന്നുണ്ടോ? പൂർണ്ണമായൊരു വിശുദ്ധീകരണം ഒരു വ്യക്തിക്ക് നേടാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ നിമിഷവും വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഫലം തരുന്നത്. ആ മധ്യസ്ഥ പ്രാർത്ഥന ഫലം തരാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കപടതയുടെ മുഖങ്ങൾ അണിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യകതയാണെന്ന് ഇന്ന് പ്രത്യേകിച്ച് ആ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്ന വചനഭാഗമാണ് ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ
നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ കപടതയുടെ മുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആ മുഖം മാറ്റിയാൽ എപ്പോഴും ഫലമുള്ളവരായി നിലനിൽക്കാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങളോട് പ്രതികരിച്ച് അതിൻ്റെ മുകളിൽ ശക്തിയായി നിലനിൽക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറണം. ലോകത്തിൻ്റെ തന്നെ കപടതയുടെ മുഖം അപ്പോൾ മാറും. ഒരു വ്യക്തി നന്നാവുമ്പോഴാണ് ഒരു നാട് നന്നാവുക, അല്ലേ? നാട് നന്നായ ലോകം നന്നാക്കാൻ എളുപ്പമല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ദൈവികമായ ജ്ഞാനം, അറിവൊക്കെ കിട്ടുന്ന നമ്മളെല്ലാവരും നമ്മളെ തന്നെ വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കപടതയുടെ മുഖങ്ങളെല്ലാം മാറ്റി ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥന ശക്തമാവുക. അങ്ങനെ ശക്തമാകുന്ന പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ലോകത്തിൽ വരുന്ന അനർത്ഥങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശക്തി ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചു കൂട്ടിയാലും സ്വയം വിശുദ്ധീകരണം നമ്മളിൽ നടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താം ഈ തിരുവചനങ്ങളിലൂടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ തന്നെ വിലയിരുത്താൻ, ബലഹീനരുടെ ആയുധമായ പ്രാർത്ഥന ബലവാൻ്റെ ആയുധമായി കയ്യിൽ കൊണ്ട് നടക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മ, അല്ലേ? ഈശോ മരിച്ചതിന് ശേഷം ശിഷ്യന്മാർ അനാഥരായി നിന്നു, ആരുമില്ല, അവരുടെ എല്ലാ ആശയും അറ്റു. ആ സമയത്ത് അവരെ സഹീവൻ ശാലയിൽ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞത്. ഇന്ന് മാമോദീസായിലൂടെ അല്ലെങ്കിൽ പ്രത്യേക ഇടപെടലുകളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ടുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തി, അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ നമ്മളിൽ ഓരോ വ്യക്തിയിലും കൂടുതലായി നടക്കാൻ ഈ കാലഘട്ടത്ത് നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ വ്യക്തികളെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് പറ്റുള്ളൂ. കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചെടുക്കണം. ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ലോകത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മനുഷ്യമക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിനുള്ള എല്ലാ ആയുധമുണ്ട്. പക്ഷേ മനുഷ്യമക്കളുടെ ഇങ്ങനത്തെ രൂപഭാവങ്ങൾ കൊണ്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പിശാച് ഒരുക്കണ എല്ലാ ക്രമീകരണങ്ങൾക്കും ഓപ്പോസിറ്റ് ചെയ്യാനുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്. പക്ഷേ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ല. പുറമേ പ്രാർത്ഥിക്കും, പ്രാർത്ഥനകൾക്ക് പോകും, വിശുദ്ധ കുർബാന കാണും, എല്ലാം ചെയ്യും. പക്ഷേ പരിശുദ്ധാത്മാവിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമയാണ് നമ്മളെങ്കിൽ തിരിച്ചു വരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിരുന്ന്, അമ്മയുടെ ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചെടുക്കുമ്പോൾ നല്ല കത്തുന്ന തീപ്പന്തങ്ങളായി ലോകത്തിലേക്ക് ഇറങ്ങാൻ, ജോലി സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങാൻ, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി മാറാൻ വലിയൊരു കൃപ ദൈവം നമ്മളിലേക്ക് ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.